യെസ്, ഇപ്പോൾ വനമന്ത്രി AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക്. പ്രാഥമിക അന്വേഷണത്തിൽ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ആനകൾ വരേണ്ടതാണ് എന്ന ഒരു നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടല്ല, വെടിക്കെട്ട് നടത്തുന്നതിനുള്ള അനുവാദം ഉണ്ടായിട്ടുണ്ടോ, ഈ ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുവാദങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടോ, അതെല്ലാം ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റി പരിശോധിച്ചിട്ട് അനുവാദം നൽകിയതാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. അതിൻ്റെ ഒരു സമഗ്രമായ പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഈ ചട്ടങ്ങളുണ്ട്, പക്ഷെ അത് പാലിക്കപ്പെടുന്നതിലൊരു അല്ലെങ്കിൽ കുറച്ചും കൂടെ ജാഗ്രതയോടെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ ഇത്? അല്ല, അത് നിങ്ങൾക്കെല്ലാം പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാറ്റിനും വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. നമുക്ക് ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നിട്ടുള്ള ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. എന്നാൽ അത് പലപ്പോഴും അപ്രായോഗികമാണ് എന്ന് പൊതുവേ തന്നെ തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ആനകൾ തമ്മിലുള്ള അകലം 3 മീറ്റർ എന്ന് നമുക്കിങ്ങനെ അത് ഉറപ്പ് കൊടുക്കാൻ കഴിയുക, പാലിക്കാൻ കഴിയുക. അപ്പോൾ പാലിക്കാൻ കഴിയാത്ത ചില നിബന്ധനകളുണ്ട്. അതുകൊണ്ടാണ് കോടതിയെ ഞങ്ങൾ സമീപിച്ചു. അതാത് സ്ഥലത്തെ ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റി ആലോചിച്ച് അവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളുമൊക്കെ പരിശോധിച്ച് കൊടുക്കുന്നതാണ് ഉചിതമെന്ന്. ആ ഞങ്ങളുടെ നിർദ്ദേശം കോടതി തത്വത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു മെക്കാനിസം. അപ്പോൾ ഇനി അതിനുള്ള കോടതിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ കുറേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അതൊക്കെ പൂർത്തിയാക്കിയാലും ഇപ്പം നമുക്ക് ആക്ട് ചെയ്യാൻ കഴിയുന്നത് നിലവിലുള്ള നിയമം അനുസരിച്ചാണ്. കോടതി മറ്റൊന്ന് പറയുന്നത് വരെ നിലവിലുള്ള നിയമം അനുസരിച്ചാണ്. അപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് എന്തെങ്കിലും ലംഘനം ഉണ്ടായിട്ടുണ്ടോ, ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുക. ഇപ്പോൾ 2 കാര്യങ്ങൾ എന്നാലും ചെയ്യാൻ പറ്റും. ഒന്ന്, നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുകയും കോടതിയിൽ ഈ കേസ് നടക്കുന്ന ഘട്ടത്തിൽ കൊയിലാണ്ടിയിട്ടുണ്ടായിട്ടുള്ള ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ നമുക്ക് പ്രകടിപ്പിക്കാനും കഴിയുന്നതാണ്. മിനിസ്റ്ററെ, മറ്റു നേരം ഈ NCPയുടെ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മുംബൈയിലേക്ക് മിനിസ്റ്റർ അടക്കം പോകുമെന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ ഇന്ന് പോകുമോ? എപ്പോഴായിരിക്കും ഈ കൂടിക്കാഴ്ച ശരത്പവാറുമായിട്ടുള്ള? ഞാനേതായാലും ഇന്ന് പോകുന്നില്ല, അത്രേ എനിക്കറിയുള്ളൂ. ശരി. അല്ല, അതൊക്കെ സംഘടനാപരമായ നടപടികളല്ല, അതിൻ്റെ വഴിക്കാണ്. അതൊക്കെ നോക്കാനിവിടെ സംഘടനാ മെഷീനറി ഉണ്ടല്ലോ, അത് ഞാൻ നോക്കണമല്ലോ. വനമന്ത്രിയുടെ പ്രതികരണമാണ് വന്നത്. കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞതിൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ, മറ്റു മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലേ എന്നതിലൊക്കെ അന്വേഷണം നടത്തും എന്നാണ് മന്ത്രിയുടെ പ്രതികരണം.